ചെറിയ സമയം കൊണ്ട് വലിയ പുണ്യങ്ങൾ കിട്ടുന്ന അത്ഭുതകരമായ 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? നമുക്ക് വീഡിയോയിൽ വിശാലമായി ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ചെറിയൊരു സൂറത്ത്, ചെറിയ ആയത്തുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ചെറിയൊരു സൂറത്ത്. ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഒന്നാമതായി കിട്ടുന്നത് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വിജയിപ്പിക്കുമെന്നാണ്. നമുക്കതാണ് വേണ്ടത്. ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുമെന്നും ചില മഹാന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം പാടേ നീങ്ങിപ്പോകുമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് അത്ഭുതപ്പെടുത്തുന്ന ചെറിയ സൂറത്ത്? നമുക്കെല്ലാവർക്കും വലിയ പ്രയാസങ്ങളുള്ളവരാണ്, രോഗങ്ങളുള്ളവരാണ്. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പനിയില്ലാത്ത ഒരു വീടുമുണ്ടാവില്ല. ജലദോഷവും അതുപോലെ തുമ്മലും അതുപോലെ ശരീരവേദന, നടുവേദന, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബത്തിലെ ഒരുപാട് അംഗങ്ങളുണ്ട്. അവർക്കൊക്കെ പറ്റിയ പ്രത്യേകിച്ച് ആത്മീയമായ മരുന്നായ മന്ത്രം, ആ മന്ത്രിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്വലാത്തുണ്ട്. ഏതാണ് ആ സ്വലാത്ത്? എങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്? എപ്പോഴാണത് ചൊല്ലേണ്ടത്? നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാം. ഒരു ദിക്ർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഖബർ ജീവിതം അള്ളാഹു നമുക്ക് സന്തോഷമാക്കി നൽകുമെന്നാണ്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ 7 കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന അത്ഭുതപ്പെടുത്തുന്ന ചെറിയ ഒരു ദിക്ർ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും റൗള സിയാറത്ത് ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്ത് അവിടെ ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് മനം നിറയെ പറയാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകുന്ന നേട്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിന്നും അല്ലാഹു തആല ഉയർത്തിക്കളയുന്ന കാര്യങ്ങൾ, അതെത്ര തന്നെ വിശദമാക്കിയാലും തീരുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിൻ്റെ ഓരോരോ സൂറത്തുകൾക്കും ഓരോ ആയത്തുകൾക്കും വലിയ പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഫാത്തിഹ സൂറത്തില്ലാതെ നമ്മുടെ നമസ്കാരങ്ങൾ അല്ലാഹു തആല കബൂലാക്കുകയില്ല. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളായ ആമന റസൂലു, അതിൻ്റെ ഇടയിൽ വരുന്ന ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ലൗ അൻസൽന എന്ന് പറയുന്ന സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തെ ആയത്തുകൾ, സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകളായ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്, സൂറത്തുൽ ഫതഹിൻ്റെ അവസാനത്തെ ആയത്താകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആയത്ത്, അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദത്തൈനി, ഇങ്ങനെ ഓരോരോ സൂറത്തിനും ഓരോരോ പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇനി പറയുന്ന ഒരു കുഞ്ഞു സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ എത്ര പ്രാവശ്യം? ഒരു ദിവസം 7 പ്രാവശ്യം പാരായണം ചെയ്താൽ ഈ ചെറിയ സൂറത്ത് ഓതിയത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്നത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ, നമ്മുടെ വാഹനങ്ങളിൽ, അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ മുഴുവനും അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്തുണ്ടാകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലി തടസ്സങ്ങൾ മാറാൻ, നമ്മുടെ മക്കൾ ബർക്കത്തുള്ളവരായി മാറാൻ, മക്കൾ പറഞ്ഞാൽ അനുസരണയുള്ളവരായി മാറാൻ, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മക്കൾ സലാമത്താവാൻ, മുറാദുകൾ ഹാസിലാവാൻ, കടങ്ങൾ മാറാൻ, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടാൻ ഒക്കെ ഈ പറയുന്ന ചെറിയ സൂറത്ത് 7 പ്രാവശ്യം ഒരു ദിവസം പാരായണം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ 7 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്താൽ, നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് പാരായണം ചെയ്യാൻ സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പ്രതിഫലങ്ങളാണ് നമ്മളിപ്പോൾ എണ്ണി ഇവിടെ പറഞ്ഞത്. ഏതാണ് ആ സൂറത്ത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചെറിയ സൂറത്താണ് സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്ത്
ചെറിയ ആയത്തുകളുള്ള ഈ കുഞ്ഞു സൂറത്ത് 7 പ്രാവശ്യം ഒരു ദിവസം ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഇനിയോ ഒരു ചെറിയ ഒരു ദിക്ർ കൂടി നമുക്ക് പറയാം. ആ ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദുന്യാവ്, അവൻ്റെ ആഖിറം എല്ലാം രക്ഷപ്പെടുത്തുന്നതാണ്. ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു കാക്കുന്നതാണ്. അവൻ്റെ ഖബറിൻ്റെ അദാബിനെ തൊട്ട് അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകുന്നതാണ്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അള്ളാഹു തുറക്കുന്നതാണ്. നരകത്തിൻ്റെ 7 കവാടങ്ങളും അള്ളാഹു അവനെ തൊട്ട് അടയ്ക്കുന്നതാണ്. ഏതാണ് ആ ചെറിയ ദിക്ർ? നമുക്കൊക്കെ പരിചയമുള്ള ഒരു ചെറിയ ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് പറയുന്ന ആ ചെറിയ ഒരു ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഈ ദിക്ർ ഇങ്ങനെ ഒരുപാട് വട്ടം, ഒരു ദിവസം 11 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് പറയാൻ സാധിച്ചാൽ ഈ പറയപ്പെട്ട നേട്ടങ്ങൾ മുഴുവനും നമുക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ചെറിയൊരു സൂറത്ത് നമ്മൾ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ ചെറിയൊരു ദിക്ർ നമ്മൾ പരിചയപ്പെട്ടു. ഒരു ചെറിയ സ്വലാത്ത് കൂടി പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ചെറിയ സ്വലാത്ത് നമ്മൾ പാരായണം ചെയ്താൽ മനുഷ്യരായ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുന്ന ഒരു അവസ്ഥയാണല്ലോ രോഗാവസ്ഥ. രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാക്കുമെന്നാണ്. മാത്രമല്ല, എത്ര വലിയ രോഗമാണെങ്കിലും നമ്മൾ കഴിക്കുന്ന മരുന്ന് ഫലിക്കണം, എന്നാൽ മാത്രമേ ആ രോഗം മാറൂ. ആ മരുന്നുകൾ വേഗത്തിൽ നമ്മുടെ ശരീരത്തിൽ ഫലം ഉണ്ടാക്കാൻ ഈ ഒരു സ്വലാത്ത് കാരണമാകും. മാത്രമല്ല, ഒരു രോഗിക്ക് അല്ലാഹു കൊടുക്കുന്ന എത്രമാത്രം വലിയ പ്രതിഫലങ്ങളുണ്ടോ, നബിതങ്ങൾ പരിചയപ്പെടുത്തിയ പ്രതിഫലങ്ങൾ മുഴുവനും നമുക്ക് കരസ്ഥമാക്കാൻ ഈ സ്വലാത്ത് കാരണമാകും. മാത്രമല്ല, ഒരു മനുഷ്യൻ രോഗ അവസ്ഥയിൽ ഈ സ്വലാത്ത് 3 വട്ടം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രോഗം മാറ്റും. ഇനി അല്ലാഹുവിൻ്റെ ഖളായിൽ അവനിക്ക് ആ രോഗം കൊണ്ട് മരണമാണ് വിധിച്ചിട്ടുള്ളത് എങ്കിൽ അല്ലാഹു തആല അവനിക്ക് വലിയ ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമെന്ന് പോലും മഹാന്മാര് ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് എഴുതി വെക്കുകയാണ്. മാത്രമല്ല, ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ, വസ്ത്രത്തിൽ ബറക്കത്തുണ്ടാവാൻ, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവാൻ, മക്കളിൽ സ്വലാഹിയത്തുണ്ടാവാനൊക്കെ ഈ സ്വലാത്ത് വലിയ കാരണമാണ്. ഈ സ്വലാത്ത് നമുക്കൊക്കെ പരിചയമുള്ള സ്വലാത്താണ്. അസ്വലാത്തുൽ ദവാഇയ്യ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ രോഗങ്ങൾ മാറാൻ നമ്മൾ പറയുന്ന ഒരു സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് بعدد كل داء ودواء وبعدد كل علة وشفاء. ഒന്നുകൂടി പറയാം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. ഒന്നുകൂടി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. ഈ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വട്ടം ഒരു ദിവസം കഴിയുന്നത് പോലെ 3 വട്ടമോ 5 വട്ടമോ 7 വട്ടമോ 11 പ്രാവശ്യമോ 33 എത്രയാണോ ചൊല്ലുന്നത് അതിനനുസരിച്ച് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. നമുക്ക് ചൊല്ലാം. അതുപോലെ നമുക്ക് രോഗികളായ മക്കളുണ്ടാകും. നമ്മുടെ മക്കൾക്കൊക്കെ രോഗങ്ങൾ വരും. പനിയാവട്ടെ, ചുമയാവട്ടെ, ജലദോഷമാവട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ മന്ത്രിക്കാൻ പറ്റിയ വലിയ ഒരു ദിക്റാണ്, വലിയൊരു സ്വലാത്താണ്, ചെറിയൊരു സൂറത്താണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ പറയപ്പെട്ട സൂറത്തുൽ ഖദർ, അതുപോലെ നമ്മൾ പറഞ്ഞ ആ ഒരു ദിക്ർ, പിന്നെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ സ്വലാത്തു ദവാഇയ, ഇത് 3 ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്ത് ഇതിൻ്റെ പ്രതിഫലം എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്, സന്ദർഭമാണ്. അപ്പോൾ ഈ ഒരു സ്വലാത്ത്, നമ്മളിപ്പോൾ പറഞ്ഞ സ്വലാത്തു ദവാഇയ ഒരു 33 പ്രാവശ്യം നമുക്കെല്ലാവർക്കും കൂടി ചൊല്ലാം. ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അസുഖങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെ മനസ്സിൽ വന്ന ദുആയിലൂടെ
അള്ളാഹുവേ ഈ സ്വലാത്ത് പറയുമ്പോൾ എൻ്റെ ഈ ദുആ നീ കബൂലാക്കണേ, എൻ്റെയും എൻ്റെ മക്കളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ എന്ന നല്ലൊരു നിയ്യത്ത് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും മനസ്സിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ ഒരു സ്വലാത്ത് എല്ലാ ഉമ്മമാർക്കും, അതായത് വുളു ഉള്ള ആളാവട്ടെ, വുളു ഇല്ലാത്തവരാവട്ടെ, നിസ്കാരമുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, ജോലി ചെയ്യുന്നവരാവട്ടെ വെറുതെ ഇരിക്കുന്നവരാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് അസ്വലാത്തു ദവാഇയ്യ. പിന്നെ പല ആളുകളും ചോദിക്കും, ഉസ്താദേ ഈ ഒരു സ്വലാത്ത് 33 പ്രാവശ്യം ചൊല്ലണമെന്ന് ഏത് കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പല ആളുകളും ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഒരു കിതാബിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ സ്വലാത്ത് ചൊല്ലണമെന്നേ ഉള്ളൂ, എണ്ണം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഇത് ചൊല്ലാം. ഇപ്പോൾ 33 നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഒരു എണ്ണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ കഴിയുന്ന രൂപത്തിൽ ഇത് 33 അല്ലെങ്കിൽ 11 ചൊല്ലണമെങ്കിൽ അങ്ങനെ ചൊല്ലാം. ഇപ്പോൾ നമ്മളിവിടെ ചൊല്ലുന്നത് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടി ഒരു 33 പ്രാവശ്യമാണ്. ഇനി നിങ്ങൾക്ക് 77 ചൊല്ലണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 99 ചൊല്ലണമെങ്കിൽ അങ്ങനെ. ഇനി നമ്മുടെ രോഗങ്ങളൊക്കെ മാറാൻ ഇത് നിയ്യത്താക്കിയിട്ട് ചൊല്ലാം. ഒരു 4444 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് സ്വലാത്തു ദവാഇയ്യ, എൻ്റെ മകൻ്റെ രോഗം മാറാൻ ഞാൻ ചൊല്ലാൻ നിയ്യത്താക്കിയിരിക്കുന്നു എന്ന് നേർച്ചയാക്കിയിട്ട് നിയ്യത്താക്കിയിട്ടൊക്കെ ഇത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം എല്ലാവർക്കും കൂടി ഈ സ്വലാത്ത് ചൊല്ലാം, ഒന്നിച്ച് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ. പിന്നെ ചൊല്ലുന്ന സമയത്ത് ഈ കൈ ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതൊരു ദുആയാണല്ലോ, അതുകൊണ്ട് കൈ ഇങ്ങനെ വെച്ചു എന്ന് മാത്രം. ഇനി ജോലി ചെയ്യുന്ന ഉമ്മമാരാണെങ്കിൽ ഈ വീഡിയോ കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലികൾ ചെയ്യാം, കൈ ഇങ്ങനെ ഉയർത്തണമെന്നില്ല. അതുപോലെ എണ്ണം പിടിക്കണം അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല, കഴിയുന്ന രൂപത്തിൽ നമുക്ക് ചൊല്ലുക. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء. الحمد لله. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ആ ദിക്റിൻ്റെ കാര്യം മറന്നു പോവണ്ട, അതുപോലെ ആ സൂറത്തിൻ്റെ കാര്യം മറന്നു പോവണ്ട. അതൊക്കെ വളരെ ശ്രേഷ്ഠമുള്ള ദിക്റുകളും സ്വലാത്തുകളും സൂറത്തുകളുമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് ദുആവസിയത്ത് പറയുന്നുണ്ട്. എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു തആല എല്ലാ കാര്യങ്ങളും സലാമത്താക്കി നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളെ ശിഫയാക്കുമാറാവട്ടെ. അള്ളാഹു തആല മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു തആല ഖൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി മദീനയിലെത്താൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.